കല്യാണത്തിന് ശേഷം എനിക്ക് ബോറടിച്ചു. ഒന്നും ചെയ്യാൻ അറിയില്ലായിരുന്നു. ബാക്കിയെല്ലാം ഭാഗ്യമാണെന്ന് നടി മീന. തെന്നിന്ത്യയിലൊന്നാകെ നിറഞ്ഞു നിൽക്കുന്ന സൂപ്പർ നായികയാണ് മീന സാഗർ. മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ഒക്കെ നായികയായി മലയാളത്തിലും സജീവമായി നിന്ന നടിക്ക് വലിയ ആരാധക പിന്തുണ ലഭിച്ചിരുന്നു. ബാലതാരമായി അഭിനയിച്ചു തുടങ്ങിയ മീന വളരെ ചെറിയ പ്രായത്തിൽ മുതിർന്ന താരങ്ങളുടെ നായികയായി അഭിനയിച്ചു. വിവാഹത്തിന് ശേഷമായിരുന്നു നടി അഭിനയ ജീവിതത്തിൽ നിന്നും താൽക്കാലികമായ ചില ഇടവേളകൾ എടുക്കുന്നത്. അതിനുശേഷവും നായികയായി തന്നെ അഭിനയത്തിലേക്ക് തിരിച്ചുവരവ് നടത്തി. ഇപ്പോഴും നായികയായി തന്നെ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് മീന. ഇതിനിടെ നടിയുടെ പഴയൊരു അഭിമുഖത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലാവുകയാണ്. നടൻ മോഹൻലാലിനൊപ്പം വർഷങ്ങൾക്ക് മുൻപ് കൈരളി ടിവിക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു മീന. തന്റെ സിനിമാ ജീവിതത്തെ കുറിച്ചും വിവാഹശേഷം തിരികെ വന്നതിനെ പറ്റിയുമൊക്കെയാണ് മീന മനസ്സ് തുറന്നത്. ഒപ്പം മകൾ നൈനികയെയും പറ്റിയും നടി സംസാരിച്ചിരുന്നു. 4.5 വയസ്സായപ്പോഴേക്കും ഞാൻ സിനിമയിലേക്ക് എത്തി. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേക്കും ഞാൻ ഹീറോയിനായി. പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ സിനിമയുടെ ലൊക്കേഷനുകളിലായിരിക്കും. എന്റെ ജീവിതം മുഴുവനും തന്നെ സിനിമയിലായിരുന്നു. വേറെ ഒന്നും എനിക്ക് അറിയില്ല. കല്യാണത്തിന് ശേഷം ചെറിയ ഇടവേള എടുത്തപ്പോൾ എനിക്ക് ബോറടിച്ചെന്ന് പറയാം. കാരണം എനിക്ക് വേറൊന്നും ചെയ്യാൻ അറിയില്ലായിരുന്നു. വിവാഹത്തിന് ശേഷം സിനിമയിലേക്ക് തിരിച്ചു വരുമെന്നോ നായികയാവുമെന്നോ ഒന്നും ചിന്തിച്ചിട്ടില്ല. അത് പ്രതീക്ഷിക്കാതെ സംഭവിച്ചതാണ്. ആ കാര്യത്തിൽ ഞാൻ ഭാഗ്യവതിയാണ്. ഞാൻ സിനിമയിൽ അഭിനയിച്ച അതേ പ്രായത്തിലാണ് എന്റെ മകളും സിനിമയിലേക്ക് വരുന്നത്. പ്രതീക്ഷിച്ചതിലും ആ ചിത്രം വലിയൊരു ബ്രേക്കായി. അതിലൂടെ ഒത്തിരി പേരും പ്രശംസയും ഒക്കെ ലഭിച്ചു. തമിഴ്നാട്ടിൽ മാത്രമല്ല കേരളത്തിലും ആന്ധ്രയിൽ നിന്നുമൊക്കെ അവൾക്ക് നല്ല പിന്തുണ ലഭിച്ചു. അമ്മയുടെ ചരിത്രം ആവർത്തിക്കുകയാണോ എന്ന് ചോദിച്ചാൽ തനിക്കത് പറയാൻ സാധിക്കില്ലെന്നാണ് മീന പറയുന്നത്. 2009 മീന വിവാഹിതയാവുന്നത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്ന വിദ്യാസാഗർ ആയിരുന്നു മീനയുടെ ഭർത്താവ്. ശേഷം നടി ഒരു പെൺകുഞ്ഞിന്റെ അമ്മയായി. മകൾ ജനിച്ചതിന് ശേഷം വീണ്ടും മീന അഭിനയത്തിൽ സജീവമായി. ഇതിനിടയിൽ മീനയുടെ മകൾ നൈനികയും സിനിമയിൽ അഭിനയിച്ചു. ഇതിനു പുറമെ മലയാളത്തിൽ ബ്രോഡാഡി എന്ന സിനിമയിൽ ഗംഭീര പ്രകടനം കാഴ്ചവെച്ചു. ആനന്ദപുരം ഡയറീസ് എന്ന പേരിൽ പുറത്തിറങ്ങിയ സിനിമയാണ് കഴിഞ്ഞ വർഷം നടിയുടേതായി വന്ന ചിത്രം. റൗഡി ബേബി എന്ന തമിഴ് സിനിമയാണ് ഇനി വരാനിരിക്കുന്ന മീനയുടെ പുതിയ സിനിമ. ഇതിനൊപ്പം ടെലിവിഷൻ പരിപാടികളിൽ വിധികർത്താവായിട്ടും മറ്റു പരിപാടികളിലും ഒക്കെ നടി സജീവ സാന്നിധ്യമാണ്.